പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, വിശുദ്ധ പൗലോസിലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 3, 8, 9 തിരുവചനങ്ങളാണ്. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയത്രേ. പൗലോസിലെ പറയുക, ക്രിസ്തുവിനെ നേടാനും ക്രിസ്തുവിനോടുകൂടി ഒന്നായി കാണപ്പെടാനും ഒന്നായി ജീവിക്കാനും വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ലഭിക്കാമായിരിക്കുന്ന സകലതും ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. എന്നാൽ വിലയുള്ളതും മഹത്വമുള്ളതുമായിട്ട് ഞാൻ കരുതുന്നത് ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനമാണ്. ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം വലുതാകയാൽ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ അറിയുമ്പോഴാണ് യേശു ക്രിസ്തുവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം അത് ദൈവം തന്നെയാണ് നമുക്ക് തരുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അതായത് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ, യേശുക്രിസ്തുവിനോടൊപ്പം ഒന്നായി തീരാൻ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളരാൻ എന്ത് ചെയ്യണം? സ്വർഗം തന്നെ നമുക്ക് ഈ ജ്ഞാനം തരണം. പരിശുദ്ധാത്മാവിനെ ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ, ദൈവം നമുക്ക് നൽകുന്നില്ലെങ്കിൽ ഈശോയെ നമുക്കറിയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് സ്വർഗം തന്നെ, ദൈവം തന്നെ ഈ പരിശുദ്ധാത്മാവിനെ ഉന്നതത്തിൽ നിന്ന് നൽകി ദൈവത്തിന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരണമെന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവെ വേഗം വരണമേ എന്ന്, പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന്, പരിശുദ്ധാത്മാവെ എന്നെ നയിക്കണമേ എന്ന്, പരിശുദ്ധാത്മാവെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം അത് എന്നിൽ നിക്ഷേപിക്കണമേ, അത് എന്നിൽ നിറയ്ക്കണമേ എന്ന്. അങ്ങനെ യേശുക്രിസ്തു അല്ലാത്തതും യേശുക്രിസ്തു ഇല്ലാത്തതുമായ എല്ലാറ്റിനെയും ഉച്ഛിഷ്ടം പോലെ തള്ളിക്കളയാനുള്ള കൃപയുടെ ഒരു അഭിഷേകം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.